GCC രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെതിരെയുള്ള വലിയ രീതിയിലുള്ള രോഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് GCC രാജ്യങ്ങൾക്ക് അനഭിമതമായിട്ടുള്ളൊരു രാജ്യമായി മാറുന്നത് എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അതായത് പാകിസ്ഥാൻ ഇറാനെതിരെ പ്രവർത്തിക്കുന്നു, പാകിസ്ഥാൻ പാലസ്തീനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരെ നടത്തിയപ്പോൾ ഞങ്ങളൊരു മുസ്ലിം രാജ്യമാണ്, ഒരു മുസ്ലിം രാജ്യത്തെ മറ്റൊരു മുസ്ലിം രാജ്യം ബാക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ പാകിസ്ഥാൻ പല GCC രാജ്യങ്ങളിലേക്കും പോയതാണ്, പ്രത്യേകിച്ച് സൗദിയിലേക്ക് പോയതാണ്. സൗദി അപ്പോൾ പാകിസ്ഥാനെ റിലീജിയൻ കാർഡ് എടുക്കരുത്, അതായത് മത കാർഡ് എടുക്കരുത് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ്. ഇപ്പോഴിതാ പാകിസ്ഥാൻ ഇറാനെതിരെ തങ്ങളുടെ ബേസുകൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വലിയ ചതി ചെയ്തിരിക്കുന്നു എന്നാണ് GCC രാജ്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഒതുക്കാനുള്ള നീക്കങ്ങൾ GCC രാജ്യങ്ങൾ സജീവമായി ഇനി നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഏതൊരു ചെറിയ അവസരം പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാൻ കിട്ടിയാലും അത് GCC രാജ്യങ്ങൾ ഒന്നടങ്കം ഉപയോഗിക്കും എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്, പല നയതന്ത്ര വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അസീം മുനീറിനെ അമേരിക്കയിലേക്ക് വിളിച്ചപ്പോൾ അവിടെ അടച്ചിട്ട മുറിയിൽ അസീം മുനീറുമായി ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ചകൾ പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കുന്നതാണെന്നും അത് പാകിസ്ഥാൻ്റെ മണ്ണ് ഇറാനെതിരെയും പാലസ്തീനെതിരെയും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നത് എന്നുമാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. GCC രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ട്രംപിനോടൊപ്പമാണെങ്കിലും ട്രംപിൻ്റെ നിലപാട് അംഗീകരിക്കുന്ന രാജ്യമാണെങ്കിലും യഥാർത്ഥത്തിൽ ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇവർക്ക് കടുത്ത അമർഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആ അമർഷം ഏറ്റവും ആദ്യം തുറന്നു കാണിച്ചത് ഖത്തറാണ്. ഖത്തർ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുകയും അവസാനം അമേരിക്ക ഖത്തറിൽ നിന്ന് തങ്ങളുടെ ബേസിൽ നിന്നുള്ള ആയുധങ്ങളെല്ലാം പിൻവലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ പാലസ്തീനെയും ഇറാനെയും പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു എന്നാണ് പല ആൾക്കാരും സൂചിപ്പിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം പാകിസ്ഥാന് മേലുണ്ടായാൽ തൊട്ടപ്പുറത്ത് ഇറാൻ പാകിസ്ഥാനെ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ മീഡിയേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ നല്ലൊരു സുഹൃത്തായി രംഗത്തെത്തിയ രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാനെതിരെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ തൊടുക്കാനായി തങ്ങളുടെ എയർ ബേസുകൾ പാകിസ്ഥാൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. GCC രാജ്യങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുകയാണ് ഇതൊരു നന്ദികെട്ട രാജ്യമാണ് എന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.